പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ധനികനായ മനുഷ്യൻ ഒരു വലിയ പ്രസിദ്ധമായ വിരുന്ന് സംഘടിപ്പിച്ചു. വളരെ പ്രസിദ്ധമായ ഒരു വിരുന്ന്. അതിനകത്ത് പങ്കെടുത്തവരെല്ലാം ധനികരായിട്ടുള്ളവർ, വലിയ മേലുദ്യോഗസ്ഥന്മാർ, ഭരണാധികാരികൾ, ബിസിനസ്സുകാർ എന്ന് വേണ്ട ഉന്നത കുടുംബങ്ങളിൽപ്പെട്ടവരും പേരുകേട്ടവരുമെല്ലാം ആ വിരുന്നിൽ പങ്കെടുത്തു. ഈ വിരുന്നുശാലയിൽ വരുന്ന വിരുന്നിന് വേണ്ടി പങ്കെടുക്കാൻ വന്നവരെല്ലാം വന്നത് ആഡംബര കാറുകളിലാണ്. വളരെ മനോഹരമായ അനേകം ആഡംബര കാറുകൾ ആ വിരുന്നുശാലയ്ക്കടുത്ത് വന്ന് പാർക്ക് ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേകമായ പാർക്കിംഗ് ഏരിയകളും പലതും സംഘാടകർ അവിടെ ഉണ്ടാക്കി. അവിടെ എല്ലാം സെക്യൂരിറ്റികളെ നിയമിച്ചു, വാഹനങ്ങളൊക്കെ നോക്കുവാൻ. എന്നാൽ ഒരു ധനികനായ വേറൊരു മനുഷ്യൻ ആ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്ന് തൻ്റെ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അബദ്ധവശാൽ ആ വിരുന്നിൽ പങ്കെടുക്കുന്നതായ വളരെ ബഹുമാന്യനായ ഒരു മനുഷ്യൻ്റെ അത്യാധുനികമായ വില കൂടിയ ഒരു കാറിൽ ചെന്ന് തട്ടി. അറിയാതെ തട്ടിയത്, ആ പാർക്കിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. ആ ചെറിയ മിസ്റ്റേക്കാണെങ്കിലും അതൊരു വലിയ ഡാമേജാണ് ഉണ്ടാക്കിയത്. ആ വില കൂടിയ വാഹനത്തെ നോക്കുന്നവർ പെട്ടെന്ന് അയ്യോ ഇതിനെന്ത് പറ്റി എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ഒരു ഡാമേജ്. എന്നാൽ ഇങ്ങനെ സംഭവിച്ചത് ആ സെക്യൂരിറ്റിക്കാരും കണ്ടില്ല. ഇദ്ദേഹം ചുറ്റും ഇറങ്ങി നോക്കി ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹം തൻ്റെ വാഹനവും എടുത്തും കൊണ്ട് സ്ഥലം വിട്ടു. ഇങ്ങനെ പോയ വ്യക്തി ഒരു ദൈവപുരുഷനായിരുന്നു. ദേശത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നവൻ, ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പേര് കേട്ടവൻ, വളരെ സാക്ഷ്യം മറ്റുള്ളവരുടെ ഇടയിലെല്ലാം പ്രാപിച്ചവനൊക്കെയാണ്. വഴിമധ്യേ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ തട്ടി. അതിനൊരു കാരണവുമുണ്ട്. ഈ വാഹനത്തിന് അപകടം പറ്റിയതായ അല്ലെങ്കിൽ ഡാമേജ് പറ്റിയതായ വാഹനത്തിൻ്റെ ഉടയവൻ വിരുന്ന് കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പറ്റിയതായ ആ ഡാമേജ് കണ്ട് തൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. വില കൂടിയ വാഹനം, ഇതാരാണ് ഇങ്ങനെ ഡാമേജ് ആക്കിയതെന്ന് സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചു. അവരാരും കണ്ടില്ല. അപ്പോഴാണ് അവരും കാണുന്നത്. യജമാനെ ഞങ്ങൾ കണ്ടില്ല എന്ന് അവർ ഏറ്റു പറഞ്ഞു. എന്തിനു പറയുന്നു? കോപാകുലനായ ആ മനുഷ്യൻ അതിൻ്റെ സംഘാടകരുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് കോപത്തോടെ സംസാരിച്ച് 4 സെക്യൂരിറ്റികളെ ആ സ്പോട്ടിൽ തന്നെ സസ്പെൻഡ് ചെയ്തു. അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാഞ്ഞതുകൊണ്ട് അവർക്ക് കൊടുത്ത ശിക്ഷ. അവർ ധാരധാരയായി കണ്ണുനീരൊഴുക്കി പല ഒഴിവഴികൾ പറഞ്ഞു. അവരുടെ കുഴപ്പമല്ല, അവർ കണ്ടില്ല, ക്ഷമിക്കണം. ഇല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വം നടപടിയായി ചെയ്യാഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ ഇനിയും നിലനിൽക്കാൻ സാധ്യമല്ല. അങ്ങനെ കരഞ്ഞും കൊണ്ട് നിൽക്കുന്ന സെക്യൂരിറ്റികളുടെ മുൻപിൽ നോക്കിയപ്പോൾ യഥാർത്ഥമായി കുറ്റവാളി ഓടി വരുന്നു. അദ്ദേഹം വന്ന് ഈ സെക്യൂരിറ്റിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവർ പറഞ്ഞു, ആരോ ഒരു വാഹനവുമായിട്ട് വന്ന് ഈ വലിയ യജമാനൻ്റെ കാറിൽ തട്ടി അതിന് ഡാമേജായി. ഞങ്ങളത് കണ്ടില്ല, അത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നെല്ലാം അവരുടെ അവസ്ഥ പറഞ്ഞ് സങ്കടപ്പെടുന്ന സമയം ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു വന്നതായ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, സാരമില്ല, ആ കുറ്റം ചെയ്തവൻ ഞാനാണ്. ഞാൻ ആ യജമാനോട് സംസാരിക്കാം, എൻ്റെ കുഴപ്പമാണ്. ഞാൻ ഇവിടെ നിന്ന് ആ കുറ്റം ഏറ്റു പറയണമായിരുന്നു, നിങ്ങളോട് സംസാരിക്കണമായിരുന്നു, നിങ്ങളെ അറിയിക്കണമായിരുന്നു. പക്ഷെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക്, ദൈവം എന്നെ വഴിയിൽ തടഞ്ഞു, എന്നെ തിരിച്ചുവിട്ടു. അങ്ങനെ അദ്ദേഹം ചെന്ന് ആ ഓഫീസിൽ സംസാരിച്ചു. ആ സെക്യൂരിറ്റികളുടെ നിരപരാധിത്വം തെളിഞ്ഞ് അവരെ ജോലിക്ക് വീണ്ടും തിരിച്ചെടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരും കാണാതുള്ള കുറ്റങ്ങൾ, ആരും കണ്ടില്ല എന്നുള്ളതായ ഒരു ന്യായത്തിന്മേൽ ആ കുറ്റം ഏറ്റുപറയാതെ ഒളിച്ചോടുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ നിന്ന് ഒരു വചനം നൽകാൻ ആഗ്രഹിക്കുന്നു. യോഹന്നയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ഉം 11-ഉം വാക്യങ്ങൾ.
11-ാമത്തെ വാക്യത്തിൽ കപ്പലിൻ്റെ ഉടമകളും സഹയാത്രികരും യോനയോട് ചോദിക്കുകയാണ്, കുറ്റക്കാരൻ നീയാണെന്ന് തെളിഞ്ഞു, പക്ഷെങ്കിൽ ഈ കൊടുങ്കാറ്റ് നിമിത്തം, പ്രകൃതിക്ഷോഭം നിമിത്തം കപ്പലിനുണ്ടാകുന്ന ഉലച്ചിലിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എങ്ങനെ സാധിക്കും? യോനയ്ക്ക് ഹൃദയത്തിൽ ഒരു കുത്തലുണ്ടായി. 12-ാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലയോ സഹോദരങ്ങളെ, എന്നെ എടുത്ത് ഈ കടലിൽ എറിഞ്ഞു കളക, അപ്പോൾ കടൽ ശാന്തമാകും. ഞാൻ നിമിത്തമാണ് ഈ കപ്പൽ ഛേദമുണ്ടായതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോനയുടെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ യോനയ്ക്ക് നമ്മൾ ഇടുന്നതായ ഒരു ഓമന പേരുണ്ട്, അനുസരണം കെട്ട പ്രവാചകൻ. എന്നാൽ താൻ അനുസരണം കെട്ടവനാണോ? ചില സന്ദർഭങ്ങളിൽ യോനയെപ്പോലെ സ്വന്തം കുറ്റം ഏറ്റുപറഞ്ഞ് എന്നെ എടുത്ത് കടലിൽ എറിഞ്ഞു കളക എന്ന് പറയുവാൻ സന്മനസ്സുള്ള, ഹൃദയ വിശാലതയുള്ള ഭക്തനെവിടെ? ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മോട് ചോദിക്കുകയാണ്, നമ്മെ കുറ്റം ചേർത്താതിരിക്കത്തക്കവണ്ണം ആരും കാണാത്ത അനേക കുറ്റങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. യോന കുറ്റക്കാരനെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കടൽക്ഷോഭമുണ്ടായി കടൽ ആ കപ്പലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചൊലിക്കുന്ന സമയത്തും യോന അതിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ്. അവനറിയാം അവൻ നിമിത്തമാണ് ഇത് സംഭവിച്ചത്. എന്നാൽ കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് വന്നപ്പോൾ താൻ തൻ്റെ അഡ്രസ്സ് സഹിതം പറയുകയാണ്, ഞാനൊരു എബ്രായൻ, കടലിനെയും ഉണങ്ങിയ നിലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. നോക്കൂ, അദ്ദേഹം പറഞ്ഞ വാക്ക്, നനഞ്ഞ നിലത്തെയും ഉണങ്ങിയ നിലത്തെയും സൃഷ്ടിച്ചതായ ദൈവം. നനഞ്ഞ യോനയിൽ വലിയതായ ഒരു മാനസാന്തരം. ഈ യോനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പരിതാപമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. കാരണം നിനവയിലുള്ള ഒരു കൂട്ടം ജനങ്ങൾ ദൈവത്തോട് പാപം ചെയ്തതുകൊണ്ട് അവരുടെ അതിക്രമവും അവരുടെ പാപവും ദൈവസന്നിധിയിൽ ഒരു നിലവിളിയായി ഉയർന്ന് അവിടെ എത്തിയതിൻ്റെ സകലവിധമായ കുറ്റങ്ങളും ഏറ്റുവാങ്ങുവാൻ നിയമിതനായ അല്ലെങ്കിൽ നിർബന്ധിതനായ ഒരു സുവിശേഷകനായിരുന്നു യോന. യോന എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മൾ ചിന്തിച്ച് നോക്കൂ. അനുസരണം കെട്ട പ്രവാചകൻ എന്ന് യോനയെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. പാപത്തിൻ്റെ പെരുമ കൊണ്ട്, അകൃത്യത്തിൻ്റെ പെരുമ കൊണ്ട് ദൈവസന്നിധിയിൽ വരെ നിലവിളികൾ, നിരപരാധികളുടെ നിലവിളികൾ എത്തിക്കുവാൻ കാരണമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ സകലവിധമായ ശിക്ഷയും സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാൻ നിർബന്ധിതനായ പ്രവാചകൻ, ദൈവമക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന പ്രവാചകന്മാർ, ദൈവഭക്തന്മാർ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനം, അവർ ഏറ്റെടുക്കുന്നതായ ഒരു ദൗത്യം സാധാരണ ദൗത്യമല്ല. ഇവിടെ ഇതാ കപ്പൽക്കാർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യണം? യോന പറയുന്നത് പോലെ നമുക്ക് പറയാൻ കഴിയുമോ? എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളക, അപ്പോൾ സമുദ്രം ശാന്തമാകും. നമ്മൾ അങ്ങനെയുള്ള ഒരു ഭാഗത്തു നിന്ന് ഓടി രക്ഷപ്പെടുവാനാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിലെ മാനുഷിക ചിന്ത, ആരും കാണാത്തതായ ഒരു കുറ്റം, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്തതായ ഒരു പാപം, എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ, അറിയപ്പെടാത്തവരുടെ മുൻപിൽ, കൂട്ടുകാരല്ലാത്തവരുടെ മുൻപിൽ, ദേശക്കാരില്ലാത്തവരുടെ മുൻപിൽ ചെന്ന് അതിനെ ഏറ്റുപറയുവാനുള്ളൊരു സന്മനസ്. ഏറ്റുപറഞ്ഞില്ല എങ്കിൽ ദൈവത്താൽ സന്ദർശിക്കപ്പെടുന്ന ഒരു ശിക്ഷാതാണ്ഡനം നമുക്കുണ്ടാകുമെന്നൊരു ദൈവഭയം വാഴുന്ന മനുഷ്യൻ. യോന അനുസരണം കെട്ട പ്രവാചകനല്ല, അനുസരണമുള്ള പ്രവാചകനാണെന്ന് തിരുവചനത്തെ, യോനയുടെ പുസ്തകത്തെ ആദ്യോട് അവസാനം വായിക്കുമ്പോൾ മനസ്സിലാകും. അനുസരണം കെട്ട പ്രവാചകൻ, അങ്ങനെ ഒരു പ്രവാചകനുണ്ടോ? എന്നാൽ ദൈവം തൻ്റെ നിയോഗം തന്നിൽ കൂടെ നിവർത്തിക്കുമ്പോൾ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളെ അങ്ങ് ദൂരെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുകയുണ്ടായി. യോനയുടെ ചിന്താഗതി പോലെയും മനുഷ്യരുടെ ആശയം പോലെയും ഉള്ളതായ കാര്യങ്ങളല്ല ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളത്. എന്നാൽ ഇവിടെ നമുക്കിന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതായ ഒരു വലിയ ഒരു പ്രബോധനം, ആരും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറയ്ക്കപ്പെടുന്ന പാപങ്ങളെക്കുറിച്ച്
പശ്ചാത്താപമുള്ള മനുഷ്യരായി ഈ പ്രഭാതത്തിൽ നാം കാണപ്പെടുമ്പോൾ നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് ദൈവം നമ്മെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി വയ്ക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്. പലപ്പോഴും അത് തുറന്നു പറയുവാനും സമ്മതിക്കുവാനും നമുക്ക് മനസ്സുകേടുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. നമ്മളെങ്ങനെ അത് ഏറ്റുകൊള്ളും എന്ന് നമ്മളെ ഭാരപ്പെടുത്തും. സാരമില്ല, ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്ന മനുഷ്യനാണ് നീയെങ്കിൽ ദൈവഹിതത്തെ പൂർണ്ണമായി തെറ്റും ശരിയും വ്യക്തമായി തിരിച്ചു കൊടുക്കുവാൻ നീ നിർബന്ധിതനാകുമെങ്കിൽ അവിടെ ദൈവം നിന്നെ മാനിക്കുന്ന വിധം ഒരു മനുഷ്യർക്കും ഗ്രഹിക്കാൻ കഴിയില്ല. അവൻ്റെ കരങ്ങളിലെ തീയമ്പ് പോലെ ദൈവം പലയിടത്തും ഉപയോഗിക്കുവാൻ നിന്നെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നവനല്ല, അതിന് മുൻപിൽ സമർപ്പിത ബോധത്തോടുകൂടി ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യനായി കാണപ്പെടുമെങ്കിൽ നീ പോകുന്ന വഴികളൊക്കെയും അനുഗ്രഹമായിരിക്കും. അനേകം ചൂടേറിയ രംഗങ്ങളിൽ നിനക്ക് തണലേകുവാൻ ദൈവം തക്കതായ സൗകര്യങ്ങൾ നിനക്കായിട്ടൊരുക്കും. സമുദ്രത്തിൻ്റെ ആഴത്തിൽ പോയി നീ മാറത്തടിച്ച് നിലവിളിച്ചിരുന്നാലും ശരി, അവിടെ നിനക്ക് ഉത്തരവുമായി സർവശക്തൻ വരും. ദൈവത്തിൻ്റെ വചനത്തെ നാം ഗ്രഹിക്കുമ്പോൾ, ആഴമേറിയ സത്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുമ്പോൾ, ഓരോ പ്രഭാതത്തിലും നമുക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആ വലിയ ഉറവിടത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കാണിക്കും. ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ മേൽ ദൈവസന്നിധിയിൽ മനസ്താപമുള്ള മനുഷ്യനായി, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്, ആ തിരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ ചില കാര്യങ്ങളും ദൗത്യങ്ങളും ചെയ്യുവാൻ ദൈവം അമിതമായ കൃപ എനിക്ക് തരുമെന്നുള്ള ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ പോകുന്ന വഴികളിലൊക്കെയും സൂക്ഷിപ്പും കാവലുമായി അവൻ നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ ഇടയനായിരിക്കും, സൂക്ഷിപ്പുകാരനായിരിക്കും. ഗോഡ് ബ്ലെസ് യു.